അപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിലേക്ക് ഒരു എൻട്രി കിട്ടുക, അതുവഴി UDF-ലേക്ക് ഒരു എൻട്രി, അതിന് അൻവർ ശ്രമിക്കുന്നത് അന്ന് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പി ശശിയുടെ തലയിൽ കെട്ടിവെക്കാനാണ്. പക്ഷേ ആ വിഷയത്തിൽ പി ശശി സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അൻവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. മാത്രമല്ല, പി ശശി നിയമ നടപടിയിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ കൊടുത്തിരുന്ന കേസുമായി ബന്ധപ്പെട്ടും ഒരു തെളിവ്, അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും ഒരു തെളിവും നൽകിയിരുന്നില്ല അൻവർ. ഇപ്പോഴിതാ പുതിയ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി പി ശശി PV അൻവറിനെതിരെ കേസ് നിയമ നടപടിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ AH ഹാഫിസ്, അതായത് ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ കേസ് കൊടുത്ത ആളാണ് കേരള കോൺഗ്രസ് എം നേതാവ് AH ഹാഫിസ്. അന്ന് ഹാഫിസിനോട് പറഞ്ഞിരുന്നത് PV അൻവർ ഇതിലെ കെ സുധാകരൻ പറഞ്ഞിട്ടാണ് VD സതീശനെതിരെ പറയുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം മാത്രമല്ല, തെളിവുകളെല്ലാം നൽകാമെന്ന് ഹാഫിസിനോട് പറഞ്ഞു. കേസ് കൊടുത്തു കഴിഞ്ഞ ഒരു തെളിവുകളും അവിടെ എത്തിക്കുന്നതിലും അൻവർ പരാജയപ്പെട്ടു. അപ്പോൾ ഇത് നേരത്തെ ഉള്ള ഒരു ഡീലാണോ ഇപ്പോൾ പുറത്തെത്തിയത് എന്നൊക്കെ സംശയിക്കാവുന്ന ഘടകങ്ങളുണ്ട്. നിലവിൽ എന്തായാലും ഒരു നിലനിൽപ്പിന്റെ പൊളിറ്റിക്സ് ആണ് അൻവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അൻവർ പറഞ്ഞ വിഷയം, പി ശശിയുടെ മറുപടി, AH ഹാഫിസിന്റെ വെളിപ്പെടുത്തൽ. വിശദമായ റിപ്പോർട്ടിലേക്ക്. തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പി ശശി ആവശ്യപ്പെട്ടുവെന്നാണ് PV അൻവർ പറഞ്ഞത്. ഇത് പച്ചക്കള്ളമാണെന്നും അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും പി ശശി പ്രതികരിച്ചു. അൻവറിന്റെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശത്തോടുകൂടിയുള്ളതുമാണ്. പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ വാർത്താസമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. നിലനിൽപ്പിനു വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നതിനായി തന്റെ മുൻകാല ചെയ്തികളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നും പി ശശി പ്രസ്താവനയിൽ പറഞ്ഞു. നുണ പറഞ്ഞും നുണ പ്രചരിപ്പിച്ചും മാത്രം നിലനിൽക്കാൻ കഴിയുന്ന പരമ ദയനീയമായ അവസ്ഥയിലാണ് അൻവർ എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപും തികച്ചും അവാസ്തവവും സത്യവിരുദ്ധവുമായ വ്യാജ പ്രചരണങ്ങൾ ഉന്നയിച്ച് തനിക്കെതിരെ അൻവർ രംഗത്തെത്തിയിരുന്നു. വ്യാജ ആരോപണങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. അൻവറിന്റെ ഈ ആരോപണത്തിനെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പി ശശി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് പരാതി നൽകിയ AH ഹഫീസും അൻവറിനെതിരെ രംഗത്തു വന്നു. ആ കേസ് നൽകുമ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ ചോദിച്ച ഈ സോഴ്സ് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ദൈവം സാക്ഷിയായിട്ട് പറഞ്ഞത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ നൽകിയെന്നുള്ളതാണ്. MLA സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പി ശശിയെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ അൻവർ നടത്തുന്ന നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഹഫീസ് ആരോപിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.